ഈ സതീഷിനെ കോൺഗ്രസ്സുകാർക്ക് വരെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഈ നേതാവിൻ്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കൂട്ടരുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ അണികളാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഇത് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അണികളാണ്. അവർക്ക് 1-ാം തീയതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഏത് 1-ാം തീയതി എന്നല്ലേ? ഖിയാമത്ത് നാൾ 1-ാം തീയതി. പച്ചനുണകളും അവാസ്തവമായ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറയുന്നവരുമായ ആളുകളെ നമ്മൾ നാട്ടും പ്രദേശത്ത് ചില പേരിട്ട് വിളിക്കാറുണ്ട്, പല പേരിട്ട് വിളിക്കാറുണ്ട്. അത് ഒരു പക്ഷേ വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എപ്പോഴായിരിക്കും? അവരിയ്ക്കുന്ന പദവിയോടുള്ള ബഹുമാനം. പറഞ്ഞു വന്നത് വി.ഡി. സതീഷിനെ കുറിച്ചാണ്. പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ അമർന്നിരുന്നപ്പോൾ അവാസ്തവമായ കാര്യങ്ങളും പച്ചനുണകളും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് വസ്തുതകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിരന്തരമായിട്ട് CPM-ൻ്റെയും ഇടതുപക്ഷ ഹാൻഡിലുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അത്തരം പ്രചരിപ്പിക്കുന്ന പേജുകൾ പൂട്ടാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയ ഒരാളാണ് വി.ഡി. സതീശൻ. നിരന്തരമായിട്ട് ഇങ്ങനെ അവാസ്തവമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ, വസ്തുതയും ചേർത്തുള്ള വീഡിയോകൾ വരുമ്പോൾ അത്തരത്തിലുള്ള പേജുകൾ പൂട്ടാൻ വേണ്ടിയിട്ട് നടന്ന ഒരാളാണ് വി.ഡി. സതീശൻ. അതിൽ അയാൾ വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം എന്താ? അയാൾ പറഞ്ഞ നുണകൾ നാട് ചുറ്റി, അവാസ്തവമായ കാര്യങ്ങൾ നാട് ചുറ്റി, പകരം വസ്തുത പറഞ്ഞ വീഡിയോകളൊക്കെ അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച പേജുകളൊക്കെ അയാൾ പൂട്ടി. അങ്ങനെ അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുക. അയാൾക്കൊരു കാര്യം പറയാനുണ്ട്. അത് CPM-നെതിരെയാണ്, വിശ്വാസത്തിനെതിരാണ് CPM എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി ഒരു മാധ്യമപ്രവർത്തകനോട് ചോദ്യം ചോദിക്കുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആ മാധ്യമപ്രവർത്തനെ കൊണ്ട് ഇദ്ദേഹം ഈ പറയാനുള്ള മറുപടിക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിപ്പിച്ചതാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അയാളുടെ സ്വഭാവം. അങ്ങനെ വിശ്വസിക്കാൻ മുൻ അനുഭവം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. പക്ക ഫ്രോഡായതുകൊണ്ട് അയാൾ ആ രീതിയിൽ പണിയെടുത്തതാണ്. എന്താണ് ചോദ്യം? CPM-ൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള MA ബേബി പറയുന്നുണ്ട്, നിങ്ങളുടെ മൂകാംബിക യാത്ര സോഫ്റ്റ് ഹിന്ദുത്വയ്ക്ക് അനുകൂലമായിട്ട് ഒരു യാത്ര നടത്തിയതാണെന്നുള്ള രീതിയിൽ എന്തോ ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് വ്യക്തമല്ല, ഇയാളുടെ മറുപടിയാണ് വ്യക്തം. ആ മറുപടി ഒന്ന് കേട്ടിട്ട് വരാം. When I am going for Mugambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that is soft Hindutva? I have been going to Mugambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mugambika. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ CPM യഥാർത്ഥത്തിൽ വിശ്വാസത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം യഥാർത്ഥത്തിൽ പറയേണ്ട വിഷയത്തിൽ നിന്ന് മാറിയിട്ട് തൻ്റെ വിശ്വാസത്തെയും താനൊരു ദൈവവിശ്വാസിയാണ്, അതിനെയാണ് CPM കളിയാക്കുന്നത്, CPM-ൻ്റെ നേതാവ് കളിയാക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ഉത്തരം പറയുകയാണ്. യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി മൂകാംബിക എന്നുള്ള ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല എന്ന ആ MA ബേബിയുടെ പേരിലാണ് മൂകാംബികയിൽ വി.ഡി. സതീശൻ പോകുന്നത്. മൃദു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു എന്നുള്ളതിന് അതിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം. ഇന്ന് രാവിലെ എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു സുഹൃത്തൊരു പ്രധാന പത്രത്തിൻ്റെ വാർത്ത അയച്ചു തന്നു. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ഭക്തനായ താൻ 37 വർഷമായി ദർശനം നടത്താറുണ്ടെന്നും അത് അവകാശമാണെന്നും മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി അടിക്കടിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണെന്നും ഹൈന്ദവ സമുദായത്തെ പ്രീണിപ്പിക്കാനാണെന്നുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനത്തിനായിരുന്നു മറുപടി. എവിടെയാണ് ഞാനിങ്ങനെ ഒരു വിമർശനം നടത്തിയത്? മൂകാംബിക എന്നുള്ള വാക്ക് ഞാൻ ഉച്ചരിക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത വായിച്ചപ്പോഴാണ്. ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്നവരാണ് നിങ്ങളെല്ലാം. അപ്പോൾ ഇത് ഏറ്റവും അധമമായ മാധ്യമ പ്രവർത്തനമാണ്. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വാർത്ത കൊടുക്കുമ്പോൾ ഇത് കൊടുത്ത പത്രത്തിന്റെ ആൾ എന്നെ വിളിച്ച് ചോദിക്കണം, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ വിമർശനം നടത്തിയിട്ടുണ്ടോ? ഇത് അന്വേഷിക്കണ്ടേ? അപ്പൊ ഞാൻ നടത്താത്ത ഒരു പരാമർശം എന്തടിസ്ഥാനത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ മറുപടി പറയാൻ ആധാരമാക്കിയത്? ആരെങ്കിലും പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പാടുണ്ടോ? ഇത് കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ പിന്തുടരേണ്ട ഒരു മാധ്യമധർമ്മമാണ്. എന്താ? ആരാണോ ഒരു വാർത്തയുടെ ഇര, ആ ഇരയോട് ചോദിക്കുക, ഇങ്ങനെ ഒരു വാർത്ത നിങ്ങളെക്കുറിച്ച് വരുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്.
ആരാധനാലയങ്ങളിൽ പോകുന്നതിനെ ഞങ്ങൾ ഒരിക്കലും വിമർശിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വിമർശിക്കില്ല. EMS തന്റെ പത്നിക്ക് പളനി ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പളനി ക്ഷേത്രത്തിൽ ആര്യാന്തർജനത്തിനൊപ്പം EMS പോയത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അപ്പോൾ ചിലതിനെ വിമർശിച്ചു, EMS എന്തിനാണ് ഭാര്യയുടെ കൂടെ പോയത്. PKG ആണ് അതിന് മറുപടി പറഞ്ഞത്. EMSന്റെ ഭാര്യ ആര്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ വേറെ ആരാ കൂടെ പോകേണ്ടത്? ഭർത്താവല്ലേ കൂടെ പോകേണ്ടത്. അപ്പോൾ EMS നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ എല്ലാവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ആദരിക്കുന്നവരാണ്. ഇത് വളരെ ബോധപൂർവമാണ്. CPIM ജനറൽ സെക്രട്ടറിയും മൂകാംബിക ക്ഷേത്രത്തിൽ കേരള മുഖ്യമന്ത്രി പോയിന്നതിനെ വിമർശിച്ചു എന്ന് പറഞ്ഞൊരു കൃത്രിമ വാർത്ത, ഒരു അശ്ലീല വാർത്ത അത് സംഘടിപ്പിക്കുന്നത് CPIM-നും ഇടതുപക്ഷത്തിനുമെതിരായി വ്യാജപ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന പക്ക ഫ്രോഡിന്റെ ഉദ്ദേശം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. CPM-ന്റെ നേതാക്കളൊക്കെ തൻ്റെ ഈ വിശ്വാസത്തിന്, ഞാനൊരു ദൈവവിശ്വാസിയാണെന്നുള്ള കാര്യത്തിനെതിരാണ് എന്ന് വെച്ചാൽ വിശ്വാസികളെ ചേർത്ത് പിടിക്കാനുള്ള മൂപ്പരുടെ ഒരു ഗിമിക്കാണ് ഈ ചോദ്യം ചോദിക്കലും അതിൻ്റെ ഉത്തരം പറച്ചിലും. യഥാർത്ഥത്തിൽ VD സതീശൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്തിൽ നിന്നാണ് ഒഴിഞ്ഞു മാറുന്നത്? ഈ മൂകാംബിക യാത്രയല്ല, മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള മൂകാംബിക യാത്രയല്ല. അതിനു മുൻപ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് നടത്തിയ മൂകാംബിക യാത്രയുണ്ടല്ലോ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ ചോദ്യം ചെയ്ത ഒരാളുടെ കൂടെ ജുമാഅത്ത് പള്ളിയിൽ കൊതു കയറിയ മാതിരി ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ഇവർ രണ്ടാൾ മാത്രം യാത്ര ചെയ്തു. 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ ചെലവ് വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ് അറിഞ്ഞോ ഈ യാത്ര? ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞില്ല, കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞില്ല. എന്നിട്ട് കർണാടകയിൽ പോയി കണ്ടതാരെയാണ്? കോൺഗ്രസിന്റെ ബദ്ധശത്രു എന്ന് അവകാശപ്പെടുന്ന BJPയുടെ ഘടകകക്ഷി നേതാക്കളെ, NDAയുടെ ഘടകകക്ഷി നേതാക്കളെ. കൂടാതെ ഒരാളെ കൂടി കണ്ടു, അദാനിയുടെ പ്രതിനിധിയെ. തിരിച്ച് മൂപ്പര് വന്നിട്ട് മുഖ്യമന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യാത്ത ഒരു വകുപ്പ് എൻ്റെ അറിവിലില്ല, തുറമുഖ വകുപ്പ്. അത് കൈകാര്യം ചെയ്യുന്നു. അദാനി പോർട്ടാണ് മൂപ്പര് ലക്ഷ്യം വെച്ചത്. പിന്നെ മിഷൻ സമുദ്ര, രണ്ടും കച്ചവടത്തിന് വേണ്ടിയിട്ട് മൂപ്പര് ഏറ്റെടുത്ത വകുപ്പാണെന്നുള്ളത് ഇതിനോടകം വ്യക്തം. അദാനി പോർട്ടിൻ്റെ ചുമതല ആർക്കായിരുന്നു? ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് അദാനി പോർട്ടിൻ്റെ MD സ്ഥാനത്തുണ്ടായിരുന്നത് ആരായിരുന്നു? ദിവ്യ S. അയ്യർ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ. എന്തിനാണ് കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇത്തരം ഒരു വകുപ്പ് ഏൽപ്പിച്ചത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല. അവരൊരു IAS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അവർ വഹിച്ച പദവികളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ സർക്കാർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ ഈ കാര്യം ഏൽപ്പിച്ചത്. അവർ ആ കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യം. 16ഓളം തവണ സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാറ് ലംഘിച്ചതിൻ്റെ ഭാഗമായി വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ടുള്ള ദിവ്യ S. അയ്യർ അദാനി ഗ്രൂപ്പിന് കത്തുകൾ അയച്ചു 16ഓളം തവണ. 15 കോടി രൂപ പിഴയിട്ടു. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതിന് 15 കോടി രൂപ പിഴയിട്ടു ദിവ്യ S. അയ്യർ. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ദിവ്യ S. അയ്യർ ഈ പരിപാടി ചെയ്തപ്പോൾ അദാനിക്ക് അത് ഒട്ടും ദഹിച്ചില്ല. അദാനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു സർക്കാർ വരണം, തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു MD വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിട്ട് വരണം. അതിനുള്ള നീക്കുപോക്കുകളാണ് അന്ന് അവിടെ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ VD സതീശൻ ഈ വകുപ്പ് ഏറ്റെടുത്ത ഉടനെ അയാൾ ആദ്യം പോയി കണ്ടത് ഇതേ കോൺഗ്രസ് കുടുംബത്തിൽ, അതായത് ദിവ്യ S. അയ്യർ ആരുടെ മരുമകളാണ്? ഇയാൾ തൻ്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന്, അതായത് VD സതീശൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് അവകാശപ്പെടുന്ന ശബരിനാഥിൻ്റെ അച്ഛനുണ്ടല്ലോ, നമ്മുടെ ജി കാർത്തികേയൻ്റെ വീട്ടിലാണ് ആദ്യം പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുന്നു, കരയുന്നു, ഭയങ്കര നാടകം കളിച്ചിട്ടാണ് മൂപ്പര് പോകുന്നത്. എന്നിട്ട് ആദ്യം പണി കൊടുത്ത ആ കുടുംബത്തിന് തന്നെ ആ ദിവ്യ S. അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറ്റി. പകരം ഇയാൾ ഇവിടെ നിശ്ചയിച്ചത് ആരെയാണ്? ഇയാളുടെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച രത്തൻ U. കേൽക്കർ. മൂപ്പര് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് തന്നെ വലിയ അപകടം. എന്താ കാരണം? രത്തൻ U. കേൽക്കർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് BJPയുടെ സീലുണ്ടല്ലോ, അത് പതിച്ച കടലാസുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോയത്. അതൊരു വലിയ വിവാദമായപ്പോൾ രത്തൻ U. കേൽക്കർ പറഞ്ഞ ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളത്. അപ്പോൾ മൂപ്പരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് അന്നേ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചതാണ് കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ. അതേ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അതേ രത്തൻ U. കേൽക്കർ, അതായത് സംഘപരിവാർ വിധേയത്വമുള്ള ഒരാളാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അയാളെ പിടിച്ച് തൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നു. അതേ വ്യക്തിക്കാണ് ദിവ്യ S. അയ്യർ പോയപ്പോൾ ആ സ്ഥാനവും കൊടുത്തത്. രണ്ടും രത്തൻ U. കേൽക്കർ എന്ന് പറയുന്ന ഈ പറയുന്ന സംഘപരിവാർ വിധേയത്വം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. കാര്യങ്ങൾ ക്ലിയർ എന്ന് വെച്ചാൽ ഇനി അദാനിക്ക് തലവേദന ഉണ്ടാവില്ല എന്ന്. ഭരിക്കുന്നത് ഞാനാണ്,
എൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് ഇതിൻ്റെ MD ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ദിവ്യ SI ഇടക്കിടക്ക് കത്ത് എഴുതൂല, നിങ്ങൾക്ക് പിഴയിടില്ല, നിങ്ങൾക്ക് നിങ്ങൾ തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്തോ എന്ന് തീരുമാനിച്ചു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ മാത്രമാണോ ഈ പ്രശ്നം? VD സതീശൻ പറഞ്ഞത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ ആകെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? രണ്ടാൾക്കാരും കൂട്ടരും കൂടി ഇയാളെ കാണാമെന്ന്. ആരൊക്കെയാണ്? ഒന്ന് RV ബാബു, മറ്റൊന്ന് ശശികല. ഹിന്ദു ഐക്യവേദിയുടെ വിഷം തുപ്പുന്ന 2 ജന്മങ്ങൾ. ഇപ്പോൾ RV ബാബുവിനെതിരെ കേസുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ആളുകളെയും സമസ്തയെയും മുസ്ലിം സമുദായത്തെയും ആകെ അവഹേളിക്കുന്ന രീതിയിൽ വർഗീയ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കേസെടുത്ത ഒരാളാണ് RV ബാബു. ആ RV ബാബുവും ശശികല, ഞാൻ പറയുന്നില്ല, നാട്ടുകാർ സ്നേഹപൂർവ്വം വിഷകല എന്ന് വിളിക്കുന്ന അത്രയും വർഗീയ വിഷം തുപ്പുന്ന ഒരാളാണ്. ഇവരെ 2 പേരെ അടക്കമുള്ള ഗ്രൂപ്പിനെ കണ്ടതിന് ന്യായീകരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, എല്ലാവരെയും കാണേണ്ടതല്ലേ, ശരിയാണ്, കാണണം. എന്നാൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരാൾ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു വാചകം ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണ് ആകേണ്ടത്. അദ്ദേഹം എല്ലാവർക്കും പ്രാപ്യനായ എല്ലാവരുടെയും മുഖ്യമന്ത്രി തന്നെയാണ് ആകേണ്ടത്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. അത് നല്ല സമീപനമാണ്. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയ PM നിയാസ്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം, കൺവിക്ഷൻ, അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ള പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുവദിച്ച് കിട്ടിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ KSUവിൻ്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സമാനമായൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് പരാതി പറയാൻ സമയം ചോദിച്ചപ്പോൾ ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി സമയം ചോദിക്കുന്നു, ആ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിക്കുന്നു, ഇതുവരെ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. തൊട്ടു മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു, അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, RV ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതറിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ആക്ഷേപവുമായി വന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയുള്ള PM നിയാസ് ആണ്. അയാൾ പറഞ്ഞത് എൻ്റെ കൂടെ സീനിയറായിട്ട് പഠിച്ച ആളാണ്, ഞാൻ അയാളുടെ കൂടെ ജോലി ചെയ്ത ആളാണ്, അയാളുടെ രാഷ്ട്രീയം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കൂടാതെ അയാളുടെ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. എന്നാൽ നിമിഷങ്ങൾക്കകം ഈ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളൊക്കെ അയാളുടേതും അയാളുടെ ഭാര്യയുടേതും ഒക്കെ ഡിലീറ്റ് ചെയ്തു. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഒരാൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഡിലീറ്റ് ചെയ്യുന്നത് അതാരും പരിശോധിക്കാതിരിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധം ഇനി ആരും അറിയണ്ട, നിയാസ് പറഞ്ഞിട്ട് വേറെ ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ ആ ഫേസ്ബുക്ക് പേജുകൾ അടക്കം ഡിലീറ്റ് ചെയ്തു, ഭാര്യയുടേതടക്കം. അയാൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയുള്ള PM നിയാസ്. വകുപ്പ് മന്ത്രി ആരത് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ KM ഷാജി. വർഗീയതയോട് സന്ധിയില്ല എന്ന് പറഞ്ഞ ആളാ മൂപ്പര്. ഒരു സംഖ്യയെ പിടിച്ചിട്ട് അതെ. എന്നിട്ട് ഷാജിനോട് ഒരു ചോദ്യം ചോദിച്ച്, ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടല്ലോ, ഒരാളുടെ മതം നോക്കാനൊക്കെ പറ്റും, മതം നോക്കിയിട്ടൊക്കെ അയാൾ വിശ്വാസിയാണോ അല്ല എന്നൊക്കെ നോക്കിയിട്ടാണ്. ഷാജി അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. നിയാസ് പറഞ്ഞത് സംഘപരിവാറുകാരനാണെന്നുള്ളതാണ്. സംഘപരിവാറുകാരനാണെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അയാൾ വിശ്വാസിയാണോ അല്ലേ എന്നുള്ള രീതിയിലേക്കാണ് KM ഷാജി അതിനെ മാറ്റിയത്. എന്നാൽ KM ഷാജിയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ മുഖ്യമന്ത്രി കൂടി അംഗീകരിക്കണമല്ലോ ഈ കാര്യം. ശേഷാദ്രിനാഥനെ നിയമിക്കണോ വേണ്ടയോ എന്നുള്ളത്. മതേതര പാർട്ടിയായ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ആവർത്തിച്ചു പറഞ്ഞത് വർഗീയതയുമായിട്ട് ഒരു സന്ധിയുമില്ല എന്നല്ലേ. അതുകൊണ്ട് മൂപ്പരോട് പറയാൻ വിചാരിച്ചു. മൂപ്പരോട് ഈ കാര്യം പറയാൻ സമയം ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല. VD സതീശൻ അറിയാം എന്താണ് ഇയാൾ ആക്ഷേപം ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ള VD സതീശൻ അറിയാം, പത്രക്കാരോടൊക്കെ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് അയാൾക്ക് സമയം അനുവദിച്ചില്ല. അപ്പോൾ പ്രശ്നം ഉന്നയിക്കാൻ വന്ന പ്രശ്നം സംഘപരിവാറുകാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നിയാസിനെ അനുവദിച്ചില്ല. മറ്റൊന്ന് സേവ്യർ, അതായത് ഈ
KSUവിൻ്റെ നേതാവ് മൂപ്പരാക്ഷേപം ഉന്നയിച്ച എന്താ, ഗവൺമെൻറ് പ്ലീഡർമാരെ ആയി നിയമിക്കുമ്പോൾ RSSകാരെ ABVPക്കാരെ നിയമിക്കരുത്, അത്തരത്തിലുള്ള വാർത്തകൾ വന്നു, അത്തരത്തിലുള്ള ആളുകളെ നിയമിച്ച വാർത്തകൾ വന്നു. അതാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അനൂപ് ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആള് സങ്കടത്തോടു കൂടി പറയുന്നത് ഇങ്ങനൊന്നും ചെയ്യല്ലേന്ന്. RV ബാബുവിനും വിശകലക്കും ഒക്കെ സമയം കൊടുത്തപ്പോൾ ഇത്തരത്തിലുള്ള സംഘപരിവാറുകാരെ നിയമിക്കുന്നതിനെതിരെ, വിവിധ പോസ്റ്റുകളിൽ നിയമിക്കുന്നതിനെതിരെ സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെ വന്നപ്പോഴും, സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്ന് പറയാൻ നോക്കുമ്പോഴും അവർക്ക് സമയം അനുവദിക്കുന്നില്ല. അതേ സമയത്ത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇവരൊക്കെ കാണാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശശികലയെയും RV ബാബുവിനെയും കാണാൻ സമയം അനുവദിക്കുകയും ചെയ്യുന്നു. ഇതാണ് സതീശൻ. ഈ സതീശനെ കോൺഗ്രസ്സുകാർക്ക് വരെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഈ നേതാവിൻ്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കൂട്ടരുണ്ട്, അത് മുസ്ലിം ലീഗിൻ്റെ അണികളാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഇത് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അണികളാണ്. അവർക്ക് 1-ാം തീയതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഏത് 1-ാം തീയതി എന്നല്ലേ? ഖിയാമത്ത് നാൾ 1-ാം തീയതി, ലോകാവസാനം. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.